ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ പറ്റിയാണ് ചർച്ച ചെയ്യുക. ഞാൻ ആദ്യം ഈ ലോ എന്ന് പറയാം. എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line unless it is compelled by an external force to change that state. This is Newton's first law. ഒന്നുകൂടി പറയാം. Every object continues its state of rest or of uniform motion along a straight line unless it is compelled by an external force to change that state. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നതുവരെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലിരിക്കുന്ന വസ്തു ചലനാവസ്ഥയിലും തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ഒന്നാം ചലന നിയമമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, അതായത് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും, സന്തുലിത ബലവും അസന്തുലിത ബലവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അഥവാ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ബലം 0 ആണെങ്കിൽ നമ്മൾ പറയും ആ വസ്തുവിൽ അനുഭവപ്പെട്ട ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയും, സന്തുലിത ബലമാണെന്ന് പറയും. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ അനുഭവപ്പെട്ട ആകെ ബലം ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് പരിണിത ബലം 0 അല്ലെങ്കിൽ നമ്മൾ അതിനെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കും, അസന്തുലിത ബലം. ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഈ ലോയിലേക്ക് വരിക. അപ്പൊ ലോയിലെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ഇനി അതിനകത്ത് വരുന്നതാണ് ഇന്റേണൽ ഫോഴ്സ്, ആന്തരിക ബലം, എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലം. ഇതെന്താണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ ഗലീലിയോസ് ഒബ്സർവേഷൻ, ഗലീലിയോയുടെ നിരീക്ഷണം, ഇത് മൂന്നും കൂടി ഉൾപ്പെടുത്തി, അതായത് 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ന്യൂട്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇന്റേണൽ ഫോഴ്സ് എന്താണെന്നും എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണെന്നും പഠിക്കാം. അതിനുശേഷം ഗലീലിയോയുടെ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇനി ഇന്റേണൽ ഫോഴ്സ്, ആന്തരിക ബലം, എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലം, ഇവ എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്റേണൽ ഫോഴ്സ്, ആന്തരിക ബലം, എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലം, ഇവ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഇന്റേണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു ആൾ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഓട്ടോറിക്ഷയെ തള്ളാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ഈ ഫോഴ്സ് പ്രയോഗിച്ചാൽ ഈ ഓട്ടോറിക്ഷ നീങ്ങുമോ? നീങ്ങിയല്ലോ. അപ്പൊ നമ്മുടെ ഈ ഫോഴ്സ്, അതായത് ഇവിടെ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ പ്രയോഗിക്കുന്ന ഫോഴ്സിന് എന്തിനുള്ള കഴിവില്ല? ഈ ഓട്ടോറിക്ഷയെ അതിന്റെ സ്ഥാനം മാറ്റുവാനുള്ള കഴിവില്ല. അപ്പൊ ഈ ഇങ്ങനെ ഒരു വസ്തുവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് ആന്തരിക ബലം അഥവാ ഇന്റേണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ ആ വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ രണ്ടാമത്തെ ചിത്രം നോക്കുക. ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം. ഇവിടെ നോക്കുക, ഇവിടെ 2 കുട്ടികൾ ഒരു തടിയുടെ ഒരു കട്ട അതിനെ തള്ളി നീക്കുകയാണ്. നോക്കുക, ഈ ഡയറക്ഷൻ ഫോഴ്സ് പ്രയോഗിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് നോക്കുക, ഈ ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ കട്ടയെ നമുക്ക് തള്ളി നീക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കി, കുട്ടികൾ പുറത്താണ് നിൽക്കുക. അപ്പൊ നോക്കി, അത് ബാഹ്യമായ, അതായത് നമ്മൾ ബലം പ്രയോഗിക്കപ്പെടുന്ന വസ്തുവിന്റെ പുറത്തു നിന്നും വസ്തുവിൽ ബലം പ്രയോഗിക്കുകയാണ്. അങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ അതിന്റെ സ്ഥാനം മാറ്റുവാനായിട്ട് സാധിക്കും. ഇനി മാറണ നിർബന്ധമില്ല,
പക്ഷേ മാറുവാനുള്ള ഒരു പ്രവണത ഉളവാക്കാനായിട്ട് സാധിക്കും. ഏതിന് മാത്രമേ പറ്റുകയുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സ് അഥവാ ബാഹ്യബലം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം. അപ്പൊ അതിനെ നമുക്ക് എന്തിനുള്ള കഴിവില്ല? ആ വസ്തുവിനെ ചലിപ്പിക്കുവാനുള്ള കഴിവില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വസ്തുവിന് പുറത്തു നിന്നുകൊണ്ട് നമുക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം. അതിനെ നമുക്ക് ഒന്നുകിൽ വസ്തുവിനെ ചലിപ്പിക്കാം, അല്ലെങ്കിൽ വസ്തുവിനെ ചലിപ്പിക്കുവാനുള്ള പ്രവണത ഉളവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക, ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും. അപ്പൊ നമ്മള് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും പഠിച്ചു, എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും പഠിച്ചു. ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വരിക. ഇനി നമുക്ക് അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, ഗലീലിയോസ് ഒബ്സർവേഷൻ ഓഫ് ഗലീലിയോയുടെ നിരീക്ഷണം. ആ ഗലീലിയോയുടെ നിരീക്ഷണം കൂടി ഉൾപ്പെടുത്തിയാണ് ന്യൂട്ടൺ തന്റെ ഒന്നാമത്തെ ലോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഗലീലിയോയുടെ ഒബ്സർവേഷൻ ഓഫ് ഗലീലിയോയുടെ നിരീക്ഷണം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഇനി ഗലീലിയോയുടെ ഒബ്സർവേഷൻ, മോഷനെ പറ്റി, ചലനത്തെ പറ്റി ഗലീലിയോ നടത്തിയ ഒരു നിരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇത് ആണ് നമുക്ക് ഗലീലിയോ നടത്തിയ ഒബ്സർവേഷന്റെ ഒരു ചാർട്ടിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഇവിടെ ആവശ്യമുള്ളത് ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ത്രികോണ ആകൃതിയുള്ള രണ്ട് തടിക്കട്ടകളാണ്. അപ്പം ഇതിനെ നോക്കുക. ഈ തടിക്കട്ടയുടെ ഉയരം, ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. രണ്ടിന്റെയും ഹൈറ്റ് എപ്പോഴും 15 സെന്റിമീറ്റർ ആണ്. ഹൈറ്റിന് വ്യത്യാസമില്ല, രണ്ടും ഒരേ ഹൈറ്റിലുള്ള രണ്ട് തടിക്കട്ടകളാണ്. ഇത് 15 സെന്റിമീറ്റർ തടിക്കട്ട. ഇവിടെ നോക്കി, ഇതിന്റെ ഈ വരുന്ന ആംഗിൾ, അതായത് ഇതിന്റെ സ്ലോപ്പ്, ചെരിവെന്ന് പറയുന്നത് 55 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുക. 55 ഡിഗ്രിയിലുള്ള ഒരു തടിക്കട്ട. ഈ തടിക്കട്ടയുടെ മുകളിൽ നിന്ന് നമ്മൾ ഒരു ബോള് താഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വിടുവാണ്, റോൾ ചെയ്യുവാണ്. റോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെങ്ത് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ നോക്കുക, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 55 ഡിഗ്രി. ആ 55 ഡിഗ്രി സ്ലോപ്പിൽ നിന്നും ഒരു ബോൾ നമ്മൾ താഴത്തേക്ക് ഉരുട്ടി വിടുകയാണ്. ഉരുട്ടി വിട്ട് കഴിയുമ്പോൾ ഈ ബോൾ ഇവിടെ എത്തിയതിനു ശേഷം എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും നേരെ മുകളിലോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് ഈ ഹൈറ്റ് എത്രയാണോ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വരെ പോകും. അപ്പൊ നോക്കി, ഈ സ്ലോപ്പും ഇതിന്റെ സ്ലോപ്പും 55 ഡിഗ്രിയാണ്. അപ്പൊ ഒരേ സ്ലോപ്പുള്ള ഇതിൽ കൂടി നമ്മൾ ഒരു ബോൾ നമ്മൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ലെങ്ത് 15 സെന്റിമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ടും 15 സെന്റിമീറ്റർ സഞ്ചരിച്ച് കൃത്യം ഇവിടെ വന്ന് നിൽക്കും. വീണ്ടും താഴത്തേക്ക് വരും. ഇങ്ങനെ നിങ്ങൾ പസനത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്കൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വരിക. പക്ഷെ ഇതിൻ്റെ അകത്തോട്ട് ഉരുളുമ്പോൾ ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് പോകും. ഇനി നമ്മൾ ഇതിന്റെ ചെരിവ് അല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്. ഇവിടെ 55 ഡിഗ്രി, ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ ആ ഷേപ്പ് എല്ലാം ഇപ്പോഴും നമ്മൾ 55 ഡിഗ്രിയിലാണ് വെക്കുക. ഇനി ഇതിന്റെ സ്ലോപ്പ് നമ്മൾ അല്പം കുറച്ച് കൊണ്ടിരിക്കുകയാണ്. 55 എന്നുള്ളത് 50 ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഉണ്ടാകുന്ന ഹൈറ്റിന് വ്യത്യാസം വന്നു. നേരത്തെ 18 സെന്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ 19.7 സെന്റിമീറ്റർ ആണ് ഈ ഹൈറ്റ്. ഈ ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഹൈറ്റിന് വ്യത്യാസമില്ല, പക്ഷേ നമ്മൾ ഈ ബോൾ ഇവിടെ വിട്ട് കഴിയുമ്പോൾ, വിട്ട് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് പതിച്ചിട്ട് ഇങ്ങോട്ട് ഉയർന്ന് എപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ബോൾ ഇവിടെ വന്ന് പതിച്ച് ഇവിടം വരെ, അതായത് ഇവിടുത്തെ ഹൈറ്റ് എപ്പോഴും തുല്യമായിരിക്കും, ഉയരുന്ന ഹൈറ്റ് എപ്പോഴും തുല്യമായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലെങ്ത് ഇവിടെ വരുമ്പോഴത്തേനും ലെങ്തിന് വ്യത്യാസമുണ്ട്. അതായത് സ്ലോപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് സഞ്ചരിച്ച ദൂരത്തിന് വ്യത്യാസമുണ്ട്. അതായത് കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടാണ് അതേ ഹൈറ്റിലേക്ക് എത്തിയിരിക്കുക. ഇവിടെ 18 സെന്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 19.7 സെന്റിമീറ്റർ ആണ്. വീണ്ടും നമ്മൾ ആ പരീക്ഷണം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടുത്തെ അതേ സ്ലോപ്പ് തന്നെ 55 ഡിഗ്രി. ഇനി നമ്മൾ ഇവിടുത്തെ സ്ലോപ്പ് വീണ്ടും കുറച്ചു. സ്ലോപ്പ് കുറയ്ക്കുന്നതനുസരിച്ച് ഈ ബോൾ ഉയരുന്ന ഹൈറ്റ് എപ്പോഴും ഒരേ ഹൈറ്റ് ആണ്, 15 സെന്റിമീറ്റർ തന്നെ ഉയരും. പക്ഷേ ആ 15 സെന്റിമീറ്റർ ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട് ഇതിന് സഞ്ചരിക്കേണ്ട ദൂരം കൂടിയാണ് വരുന്നത്. അതായത് സ്ലോപ്പ് കൂടുന്നതനുസരിച്ച് ഈ സഞ്ചരിക്കുന്ന ലെങ്ത് കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇത് ഇവിടം വരെ എത്തുക. ഇനി നോക്കുക, നമ്മൾ
40 ഡിഗ്രി ആക്കി സ്ലോപ്പ് വീണ്ടും കുറച്ചു. അപ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം 23.6 സെന്റിമീറ്റർ സഞ്ചരിച്ചിട്ടാണ് എവിടെ എത്തിയത്? നമ്മുടെ അതേ ഹൈറ്റ് 15 സെന്റിമീറ്ററിൽ എത്തിയത്. വീണ്ടും നമ്മൾ ഹൈറ്റ് ആംഗിൾ കുറച്ചു, 35 ഡിഗ്രി ആക്കി. 35 ഡിഗ്രി ആയപ്പോൾ വീണ്ടും അതേ ഹൈറ്റിലെത്താനായിട്ട് 25.7 സെന്റിമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഹൈറ്റ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോൾ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആണ്. അതായത് സഞ്ചരിച്ചത് ഇവിടുന്ന് വന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യാസമുണ്ടെങ്കിലും ഈ ഒരേ ഹൈറ്റിലാണ് ഈ പന്ത് എത്തിച്ചേരുക. അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇതുവരെ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഹൈറ്റ് സെയിം ആണ്, സഞ്ചരിച്ച ദൂരം. അതായത് എപ്പോൾ ബോൾ താഴെട്ടാലും ഇങ്ങോട്ട് വരുന്ന അതേ ഹൈറ്റിലേക്ക് തന്നെ ഈ ബോൾ ഈ സ്ലോപ്പിൽ കൂടി ഉയർന്ന് അവിടെ എത്തുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് ഹൈറ്റ് സെയിം ആണ്. ഇനി നമ്മൾ ഹൈറ്റ് കുറച്ച് നമ്മളിങ്ങനെ അതിന്റെ സ്ലോപ്പ് 0 ആക്കുക. അതായത് ഹൈറ്റ് 0 ആണ്, നമ്മൾ സ്ലോപ്പ് 0 ആക്കുക. അപ്പോൾ എന്നാ സംഭവിക്കും? ഈ പന്ത് ഇവിടെ നിന്ന് വധിച്ചിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റി അനന്തമായിട്ട് നിൽക്കാതെ ഇങ്ങനെ പോകും. അതായത് ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബോള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര തുടരും. അതായത് ഇപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ആക്ച്വലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ബോൾ കുറച്ചു കഴിഞ്ഞ് നിൽക്കും നമുക്കറിയാം. കാരണം അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂണിഫോം മോഷൻ സമചലനത്തിൽ തുടരും. ഇതാണ് ആര് കണ്ടുപിടിച്ചത്? ഗലീലിയോ കണ്ടുപിടിച്ചത്. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ്, ഇതിന്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് ന്യൂട്ടൺ തന്റെ ഫസ്റ്റ് ലോ നിർവചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ ലോ ഒന്നുകൂടി നോക്കാം. എവരി ഒബ്ജക്ട് continues its state of rest or of uniform motion along a straight line unless it is compelled by an external force to change that state. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു ഇങ്ങനെ നിശ്ചലാവസ്ഥയിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. എപ്പോൾ വരെ? അൺബാലൻസ്ഡ് അസന്തുലിതമായ ബാഹ്യബലം അതിൽ പ്രയോഗിക്കപ്പെടുന്നിടം വരെ അത് നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. ഇനി ഒരു വസ്തു ഇങ്ങനെ ക്രമമായിട്ട് യൂണിഫോം മോഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ആ വസ്തുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ അസന്തുലിതമായ എക്സ്റ്റേണൽ ഫോഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കുക, അസന്തുലിതം എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം, എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. ഇന്റേണൽ ഫോഴ്സ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രയോഗിച്ചില്ല എന്ന് സങ്കല്പിക്കുക. പ്രയോഗിച്ചില്ലെങ്കിൽ ആ വസ്തു അതേ വേഗതയിൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതാണ് നമ്മളിവിടെ കണ്ടത്. ഈ ന്യൂട്ടന്റെ ഈ ഗലീലിയോയുടെ ഈ ഒബ്സർവേഷനും കൂടി വെച്ചിട്ടാണ് ന്യൂട്ടൺ ചലനത്തെ സംബന്ധിച്ച പൊതുവായ ഒരു നിയമത്തിലെത്തിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒന്നുകൂടി പറയാം. Every object continues its state of rest or of uniform motion along a straight line unless it is compelled by an external force to change that state. അതായത് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നിടം വരെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെയും ചലനാവസ്ഥയിലിരിക്കുന്ന വസ്തു ചലനാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. നമ്മുടെ മോഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് 2-3 അതിന്റെ മേന്മകളും അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ പറ്റി അടുത്ത ക്ലാസ്സിൽ തുടരാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.